കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ജൂണിൽ എക്സാം എഴുതുന്നുണ്ട്. ഞാൻ കുറേ ആൾക്കാരോട് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എന്ത് ചെയ്യണം, ജൂണിൽ എക്സാം എഴുതണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ചില ഡേറ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം എഴുതുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യും, നോർമലി നിങ്ങൾ എന്നെ വിളിക്കും, അല്ലേ സാറേ എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്, എസ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിളിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, വെയിറ്റ് ആക്കി ഇരിക്കുന്നുണ്ടാവും. ഞാനിവിടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ബാച്ചായിരുന്നു CMA US എന്ന് പറയുന്നത്. അപ്പം വന്നപ്പോൾ തന്നെ ഭയങ്കര അഭിപ്രായമുള്ള ബാച്ചായിരുന്നു. അതായത് എല്ലാവരും നന്നായിട്ട് പഠിക്കും, റീസണബിളായിട്ട് ഷോർട്ടർ പീരീഡിൽ പെട്ടെന്ന് എന്തുകൊണ്ട് തീർക്കാൻ പറ്റും എന്ന് വിചാരിച്ച ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് ഇതിലോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഓറിയന്റേഷൻ്റെ ദിവസം തൊട്ട് എനിക്ക് ഫുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബായിരുന്നു തോന്നിയത്. പിന്നെ എല്ലാവരുമായിട്ട് കണക്റ്റായി വന്നപ്പോൾ ഫാക്കൽറ്റീസ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് കണക്റ്റ് ആയപ്പോൾ എല്ലാവരും ഒരു ഫാമിലി ഫീലാണ് കിട്ടിയത്. ഈവൻ കോർഡിനേറ്റേഴ്സ് ആയാലും ഓഫീസ് ആയാലും ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയാണ് തോന്നിയത്. ഒരു ഫാമിലി പോലത്തെ ഒരു ഐബിലേക്ക് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് നോമാൻ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് റിയോ സാറിന്റെ ക്ലാസ് വരെ എല്ലാ ഫാക്കൽറ്റീസും അടിപൊളിയാണ്. എല്ലാവരും പഠിപ്പിച്ച എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. അപ്പൊ ഞങ്ങൾ 2 മാസം ഫസ്റ്റ് കഴിഞ്ഞാൽ അപ്പൊ നല്ല പേരുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻട്രാക്ട് ആവാൻ പറ്റുമോ, എല്ലാവരും ഓരോ ഏജിനാണല്ലോ. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല രീതിക്ക് കണക്റ്റഡ് ആയി. എല്ലാവരും ഒത്തിരി മിസ് ചെയ്യും, നല്ല രീതിക്ക് മിസ് ചെയ്യും.